ഹായ്, എല്ലാവർക്കും വലിയ സീരിയൽ റിവ്യൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണത് ചെമ്പനീർപ്പൂവിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡാണ്. അതായത് നമ്മുടെ ശ്രുതിനെ വീട്ടിൽ നിന്ന് പുറത്താക്കണ ഒരു എപ്പിസോഡാണ് കേട്ടോ. എല്ലാ കള്ളത്തരങ്ങളും പൊളിഞ്ഞിട്ട്, എല്ലാ കള്ളത്തരം വെച്ചാൽ നമ്മുടെ ബീരാനെ പിടിക്കപ്പെട്ടു. അപ്പോൾ അത് ചെറിയച്ഛനല്ലാന്ന് മലേഷ്യയിലല്ല എന്നൊക്കെ അറിഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്ന ഒരു എപ്പിസോഡാണ് കേട്ടോ. അപ്പോൾ ചന്ദ്ര അങ്ങനെ ശ്രുതിനെ വല്ലാതെ പിടിച്ചു തള്ളും അടിക്കും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛനും മറ്റുള്ളവരൊക്കെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയണ്ടെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഞാനൊന്ന് പറയട്ടെ എന്ന് പറയുമ്പോൾ ഒന്നും പറയാനായിട്ട് നമ്മുടെ ചന്ദ്ര ഇട കൊടുക്കണില്ല കേട്ടോ. നീ ഇനി ഒന്നും പറയണ്ട, നിൻ്റെ കാര്യം നടക്കാനായിട്ട് കള്ളത്തരം മറിക്കാനും നീ എല്ലാവരോടും നുണ പറയും, അതിനനുഭവിച്ചല്ലേ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കടന്ന് പുറത്തെന്ന് പറഞ്ഞിട്ട് പിടിച്ച് തള്ളുന്നുണ്ട് കേട്ടോ പുറത്തേക്ക്. അപ്പോൾ ഞാൻ പോവില്ല, എനിക്ക് സുധീനെ വിട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സുധിയുടെ അടുത്ത് നിൽക്കണമൊക്കെ ഉണ്ട്. പക്ഷേ സുധി എന്താ പറയുക, ഒന്നും ഇടണില്ല, ഒന്നും റെസ്പോണ്ട് ചെയ്യാണ്ട് ഇങ്ങനെ ചത്ത ശവം പോലെ എന്ന് പറയില്ല, അങ്ങനെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞുവിടും. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് സച്ചിയോട്, നിങ്ങളുടെ ചേട്ടൻ എന്താ ഒന്നും പറയാത്തതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എല്ലാവരും സുധീനെ നോക്കുന്നുണ്ട്, സുധി ഒന്നും ഇടില്ല. അപ്പോൾ അച്ഛൻ ചെന്ന് പിടിക്കുന്നുണ്ട്, എന്തൊക്കെയായാലും അവൾ ഇവിടുത്തെ മരുമകളല്ലേ, നീ ഒന്ന് ക്ഷമിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ അടുത്ത്. പക്ഷെ അമ്മ ഒരു കാലത്ത് ഒന്നും ക്ഷമിക്കുന്നില്ല. അമ്മ അവസാനം ശ്രുതിനെ പിടിച്ച് പുറത്തേക്കാക്കി. അപ്പോൾ ശ്രുതിയുടെ കയ്യിലൊരു ബാഗ് ഉണ്ടായിരുന്നേ, അത് അവളിങ്ങനെ എപ്പോഴും പറയുന്നുണ്ട് കേട്ടോ, ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോൾ ഒന്നും കേൾക്കണില്ല. അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, അവൾക്കും പറയാനുള്ളത് കൂടി ഒന്ന് കേൾക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒന്നും കേൾക്കണില്ല കേട്ടോ ചന്ദ്ര. എന്നിട്ട് പുറത്തേക്കാക്കിയിട്ട് ബാഗ് എടുത്തിട്ട് അങ്ങോട്ട് പുറത്തേക്ക് ഇട്ട് കൊടുത്ത് വാതിലടച്ചു. ഇനി വീട്ടിലേക്ക് കയറി പോരുതെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അപ്പോഴും സുധി ഒന്നും മിണ്ടണില്ല. അപ്പോൾ സുധിയുടെ അച്ഛൻ പറയുന്നുണ്ട്, അവൾ നിൻ്റെ ഭാര്യയല്ലേ, സച്ചി രേവതിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ, പോയിട്ട് വിളിച്ചു കൊണ്ടുപോവാം, അവൾക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴും അതെ, നമ്മുടെ സുധി അനങ്ങണില്ല. അപ്പോൾ എന്നിട്ട് രണ്ടടി മുമ്പാക്കം വെക്കാൻ നോക്കിയപ്പോൾ അമ്മ സുധി അകത്ത് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ സുധി വേഗം അകത്ത് കയറി വാതിലടച്ചു. അങ്ങനെ ശ്രുതി അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ കൂട്ടുകാരി വീട്ടിലേക്ക് ചെന്നിട്ടുണ്ട്. കൂട്ടുകാരി വീട്ടിൽ ചെന്നിട്ട് ആകെ ഡള്ളായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നിനക്കൊരു കോഫി എടുക്കട്ടെ എന്ന് ചോദിച്ചിട്ട് പോകേണ്ട സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, ഇങ്ങനെ എല്ലാം പിടിക്കപ്പെട്ടു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, നമ്മളത് പ്രതീക്ഷിച്ചതല്ലേ, സത്യം എത്ര നാൾ മൂടി വയ്ക്കാൻ പറ്റും, നിനക്കായിട്ട് തന്നെ പറയായിരുന്നില്ലേ. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ അവസരം നോക്കിയിരിക്കുകയായിരുന്നു, ഞാനായിട്ട് തന്നെ പറയാമെന്ന് വെച്ചിട്ട്, പക്ഷെ അപ്പോഴേക്കും എല്ലാം പൊളിഞ്ഞു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ ചോദിക്കേണ്ടത് എങ്ങനെയാണ് ചോദിക്കേണ്ടത്. അപ്പോൾ ഇവരെല്ലാവരും ഒരു കല്യാണത്തിൽ പോയിട്ടായിരുന്നു. ആ കല്യാണത്തിൽ ചെക്കൻ്റെ പാർട്ടിക്കാരോ ഈ ബീരാൻ്റെ ആൾക്കാരായിരുന്നു. അങ്ങനെയായിട്ട് അവിടെ വെച്ചിട്ടാണ് കണ്ടതും അറിഞ്ഞതൊക്കെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവളൊരു ഒരു കല്യാണ കാർഡ് കൊടുന്ന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കേണ്ടത് ഇതാണോ കല്യാണം ചോദിക്കുക. ഇതന്നെ കല്യാണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. നീ എന്താ എന്നോട് നേരത്തെ പറയാഞ്ഞെന്ന് ചോദിച്ചു. ഞാൻ മറന്നുപോയി, പിന്നെ ഇത് തന്നെ ഈ കല്യാണം എന്ന് എനിക്കും അറിയില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അവൾ, കൂട്ടുകാരി പറയണ്ടേ. എന്നിട്ട് ചോദിക്കേണ്ടത്, നിനക്ക് കുട്ടികളുടെ കാര്യം, കല്യാണത്തിന് കുട്ടികളുടെ കാര്യം അറിഞ്ഞു ചോദിക്കേണ്ടത്. അത് മാത്രം അറിഞ്ഞിട്ടില്ല, അതും കൂടി അറിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു രക്ഷയില്ല, എനിക്ക് എങ്ങനെയെങ്കിലും അവിടെ തിരിച്ച് കയറണം, ഞാൻ എങ്ങനെയെങ്കിലും അവിടെ തിരിച്ച് കയറിയിരിക്കുന്നു പറയും. അപ്പോൾ എങ്ങനെ തിരിച്ച് കയറണം ചോദിക്കുമ്പോൾ നമ്മുടെ പോലെയല്ല അച്ഛൻ എല്ലാവരും കൂടി ഒരുമിച്ച് താമസിക്കണം, അങ്ങനെയൊക്കെ ഒരു ചിന്തയുള്ള അച്ഛനാണ്. അപ്പോൾ അച്ഛൻ എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടാവും, എന്നെ തിരിച്ച് കയറ്റും, അവിടെ കയറി കിട്ടി ഞാൻ രക്ഷപ്പെട്ടു, ഞാൻ പിന്നെ സുധീനെ എൻ്റെ വഴിക്ക് ഞാൻ കൊണ്ടുവന്നോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ നടക്കും ചോദിക്കുന്നുണ്ട്, അതൊക്കെ നടക്കും, എനിക്കറിയാം, ഞാൻ തിരിച്ചു കയറും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാണ് നമ്മുടെ ശ്രുതി നിൽക്കണത്. അപ്പോൾ കൂട്ടുകാരി പറയുന്നുണ്ട്, നല്ല കാര്യം നടന്നാൽ കൊള്ളാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് കൂട്ടുകാരി അങ്ങനെ ചായ എടുക്കാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിൽ നമ്മുടെ സച്ചി രേവതിയും കൂടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് അവർ പറയുന്നുണ്ട് ഇവരുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, സുധീനെ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് സുധീനെ ഇങ്ങനെ സച്ചി കുറ്റം പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് സുധി കണ്ടു അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്, റൂമിൽ നിന്ന് ഇറങ്ങി വന്നു. എന്നിട്ട് ഡൈനിങ് ഹാളിൽ പോയിട്ട് കുറച്ച് വെള്ളം കുടിച്ചു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതന്നെ റിപ്പീറ്റ് ചെയ്യണു, ഒരു തരം പ്രാന്ത് പിടിച്ച അവസ്ഥ പോലെ. അപ്പോഴും ഇവർ പറയേണ്ട, അച്ഛനും ഇവരൊക്കെ പറയുന്നുണ്ട്, നീ അവളെ പോയി വിളിച്ചു കൊണ്ടുപോവാ, നമുക്കതിന് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ അപ്പോഴും സുധി പറയണത്, നിങ്ങൾ എന്തിനാ അമ്മേനെ കുറ്റം പറയണേ, അമ്മ ചെയ്തതാണ് ശരി എന്ന് പറഞ്ഞിട്ടാണ് സുധി. അപ്പോഴും അമ്മയ്ക്കാണ് സപ്പോർട്ട്, ശ്രുതിനെ ഒരു സപ്പോർട്ടും ചെയ്തിട്ട് സംസാരിക്കണില്ല കേട്ടോ. അപ്പോൾ അധികം വൈകാതെ തന്നെ ആ എപ്പിസോഡ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഓക്കെ, ബൈ.